ഗൈസ് അപ്പോൾ ഇന്ന് ഇറങ്ങി നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഹനോയിൽ. വിയറ്റ്നാമിലെ ലാസ്റ്റ് ഡേ. നാളെ രാവിലെയാണ് ഫ്ലൈറ്റ്. അപ്പം രാവിലെ നമ്മൾ ഇറങ്ങി ഒരു സ്ഥലത്തോട്ട് പോകണം. ഫേമസ് സ്ഥലമുണ്ടല്ലോ കിങ് റൊട്ടി, അപ്പം അങ്ങോട്ട് പോകണ പരിപാടിയാണ്. ബാക്കി വിശേഷങ്ങൾ പിന്നെ. ഇതൊരു ഫുൾ ബാംബു കടയാണ് കേട്ടോ. ഫുൾ എന്തൊക്കെയോ ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ അന്ന് വ്യാഴാഴ്ച ചൊവ്വാഴ്ച വന്നിട്ട് ഇറങ്ങിയില്ലേ, ആ റോഡ് തന്നെ, ഓൾക്കോട്ട റോഡ് തന്നെയാണ്. ഇവിടെ മൊത്തവും രണ്ട് സൈഡും കടകളാണ്, ഫുൾ കടകളാണ്. അപ്പൊ കട എത്തി കഴിച്ചു. ഇതാണ് നമ്മൾ കാത്തിരുന്നത് കിങ് റൊട്ടി. സിഗ്നലിന്റെ അവിടെയൊക്കെ കിങ് ഉണ്ട്. ഇതാണ് കട. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്തൊക്കെ ഉണ്ടോന്ന് അറിയത്തില്ല. ഓ ഇതാണ് കട കേട്ടോ. നമ്മളിത് വാങ്ങിച്ചു കേട്ടോ, കിങ് റൊട്ടി. നോക്കട്ടെ സാധനം നോക്കട്ടെ. രണ്ട് ടൈപ്പ് വാങ്ങിച്ചു. ഒരു ബട്ടറും വാങ്ങിച്ച്, ഒരു കോഫിയും വാങ്ങിച്ചു അല്ലേ. കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ? ബൺ കഫേ, ബട്ടർ കുക്ക്. നല്ല ഭംഗിയാട്ടാ. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് കഴിക്കുന്നുണ്ട്. ഇത് മെയിൻ സിറ്റി ഏരിയ ആണോ കേട്ടോ അവരെ. ഇപ്പോഴൊക്കെ കൊള്ളാം, ഭംഗിയുണ്ട്. ഇവിടെ ഉണ്ടല്ലോ സിറ്റി ടൂർ. ഇവിടെ നിന്നാണ് കേട്ടോ ബസ്. ഇവിടെ ഹനോയിൽ വേണമെങ്കിൽ സിറ്റി ടൂർ വേണമെങ്കിൽ ബുക്ക് എടുക്കുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ബുക്ക് ചെയ്ത് പോവാം, അല്ലെങ്കിൽ ലുക്ക് വഴി ബുക്ക് ചെയ്യാം. ഇവിടെ ഇരിക്കാം കുറച്ച്. ഇവിടെ എന്തോ ഒരു ഇതുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ ആണോ തോന്നുന്നു. നോക്കാം നമുക്ക് പോയി. ഇതിൻ്റെ അടുത്ത ആളിനെ കേട്ടിട്ടുണ്ടായിരുന്നു. അത് കൊള്ളാലോ. നമ്മുടെ നാട്ടിലുള്ള മറ്റേത് ഫോട്ടോ എടുക്കുന്നുണ്ടോ? ഇതുള്ള ഫുൾ ആളാട്ടോ ഈ സ്ട്രീറ്റ് മൊത്തം ലേക്കിന്റെ. ഇതാണ് ഗൈസ് മറ്റേ വാട്ടർ പപ്പറ്റ് തിയേറ്റർ, മറ്റേ ഷോ ഉള്ളത്. അത് ഗ്ലൂബിൽ ടിക്കറ്റ് എടുക്കാം. താല്പര്യമുള്ളവർ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാം കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ വരുന്നുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഈ ലേക്കിൻ്റെ അടുത്ത് തന്നെയാണ്. ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ഇരിക്കുന്നുണ്ടോ. ഇതാണ് കേട്ടോ ആ ടെമ്പിൾ. അടുത്തൊരു ടെമ്പിളാണ്. ഇതാണ് കേട്ടോ ടെമ്പിൾ. എല്ലാം ഒരുപാട് കടകളാണ് കേട്ടോ. അങ്ങനത്തെയൊക്കെ നോക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചുമ്മാ കയറി നോക്ക്. കൊള്ളാട്ടോ, ഒരുപാട് കടകളുണ്ട്. നമ്മൾ ചുമ്മാ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. കുറച്ച് സാധനം നമ്മൾ ബെന്താണ്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് കൂടെ കുറച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടല്ലോ ഓപ്ഷൻസ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത നമുക്ക് മനസ്സിലാവത്തില്ല ഇത് ഏത് റൂട്ടാണ്. കാരണം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് കറങ്ങിയാലേ കുറേ കടകൾ തന്നെയാണ് കേട്ടോ. ഇഷ്ടം പോലെ കടകളാണ്. അതുകൊണ്ട് ലൈക്ക് നമ്മൾ മറ്റേ ബാംഗ്ലൂരൊക്കെ പോകുമ്പോഴത്തേക്ക് മാർക്കറ്റ് ആണല്ലോ, അതേ കണക്കത്തെ മാർക്കറ്റാണ് അവിടുത്തെ കോട്ടയം. ഒരുപാട് കടകളും ഏത് വഴി പോയാലും പലതരം കടകളൊക്കെയാണ് കേട്ടോ. റേറ്റും ഉണ്ട്, നല്ല റേറ്റാണ്. പക്ഷേ ബാർഗെയിൻ ചെയ്യണം. ബാർഗെയിൻ ചെയ്താലേ കിട്ടത്തുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ടീഷർട്ട് ആണെങ്കിലും ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും ഒരുപാട് ഡ്രസ് ഐറ്റംസ് ഉണ്ട്. വിലക്കുറവാണ്. വില ഇതാക്കണം, ബാർഗെയിൻ ചെയ്താലേ കിട്ടത്തുള്ളൂ. അവർ പറയുന്ന അനുസരിച്ച് കൊടുക്കലും. ബാർഗെയിൻ ചെയ്താൽ അവർ കുറയ്ക്കും, ഉറപ്പായിട്ട് കുറച്ച്. നമ്മൾ കുറച്ച് വന്നു. പിന്നെ വീട്ടിൽ ഫാമിലീസിനായാലും വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. അത്യാവശ്യം നല്ല സാധനങ്ങളെല്ലാം കിട്ടും കേട്ടോ അവിടെ. എല്ലാം ബ്രാൻഡഡ് കോപ്പിയാണ്, പക്ഷേ നല്ല സാധനമാണ്. മെറ്റീരിയൽ ഡിഫറെൻ്റ് ആട്ടോ, നല്ല ഡിഫറെൻറ്റാണ്. നല്ല വ്യത്യാസം നമുക്ക് ആ മെറ്റീരിയൽ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ ഇവിടെ വന്നിട്ട് ഷോപ്പ് ചെയ്താൽ നല്ല അത്യാവശ്യം നല്ല ഇതുണ്ട്. ഇതിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടോ കേട്ടോ. ടുക് ടുക് വെറൈറ്റി സാധനങ്ങൾ കിട്ടും കേട്ടോ. ഡ്രസ്സായാലും പലതരം ഐറ്റംസ് ആയാലും കൊള്ളാം, അടിപൊളി. നമ്മൾ കുറച്ച് ഷോപ്പൊക്കെ ചെയ്തോണ്ട് ഇത്ര സാധനങ്ങൾ ഷോപ്പൊക്കെ ചെയ്തു. ഇതെന്താ സംഭവം? ഇത് ബട്ടൺസ് കൊള്ളാം കേട്ടോ. മുത്താ. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഓൾമോസ്റ്റ് നമ്മുടെ പൈസ എല്ലാം സെറ്റാക്കി തീർത്തു. അങ്ങനെ ഫുൾ പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു സ്ഥലത്ത് പോവാം. ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉണ്ട് ഇവിടെ. അവിടെ ഒന്ന് പോകണം. ഇത് നടക്കാനുണ്ട്.
നമ്മൾ എല്ലായിടത്തും നടന്നാണ് കേട്ടോ പോയത്. കാരണം അടുത്ത സ്ഥലം എടുത്ത സ്ഥലത്തെല്ലാം അടുത്തടുത്തല്ല, ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ആ റേഞ്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാം കാണുകയും ചെയ്യാം. അങ്ങനെ പോയത്. എന്തോ ഈ സംഭവം അപ്പോൾ അങ്ങോട്ട് പോവാം. ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് നമ്മൾ അമ്പലം ബുദ്ധിസ്റ്റ് ടെമ്പിൾ നോക്കിയിട്ടാണ് വന്നപ്പം വഴിയിലൊരു ലേക്ക് ആണ് കേട്ടോ. ഈ ലേക്കിൻ്റെ അപ്പുറ സൈഡാണ് തോന്നുന്നു, എനിക്ക് തോന്നുന്നു അപ്പുറ സൈഡായിരിക്കും അമ്പലം വരുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ നടന്നു പോകും. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടൊക്കെ ഇവിടെ പാർക്കാണ് സംഭവം കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് പോവാം കുറച്ച് നേരം. ഒരു 10-25 മിനിറ്റ് നടക്കാനുള്ളത് ഇതുണ്ട് ഫുൾ ലേക്ക്. നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മളെത്തി ഗൈസ്. ഇതാണ് മറ്റേ ട്രാൻകോങ് പക്കോട്ട ടെമ്പിൾ, ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ്. അടിപൊളിയല്ലേ? എൻട്രി ഇവിടെയാണ്. ഇതാണ് കേട്ടോ എൻട്രി. നല്ല രസമാണ്. ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റൂല്ലേ? നല്ലൊരു പീസ്ഫുൾ സ്ഥലമാണ്. നല്ല ആൾക്കാരുണ്ട് ഇവിടെ. ലേക്കിന്റെ സെൻട്രലാണ് ടെമ്പിൾ വരാണ്. തുറന്നു 1:30 ഉച്ചയ്ക്ക് തുറക്കും. വൈകിട്ട് 5 മണി വരെ ഉണ്ട്. അതിൽ ഈ സമയത്ത് നല്ല ആള്. എൻട്രി ഈ വശത്തോട്ട് ഇരിക്കുമല്ലേ? നോക്കാം. ഫ്രീ എൻട്രി ആണ് കേട്ടോ ഇവിടെ. മറ്റേ നമ്മൾ രാവിലെ പോയ ടെമ്പിളിൻ്റെ അവിടെ പൈസ കൊടുക്കണം കേട്ടോ. 50,000 VND ആണ്. അതിന് എൻ്റെ കൊടുക്കണം അവിടെ. ഇവിടെ ഫ്രീ ആണ്. അടിപൊളി അടിപൊളി. ഓ, ഞാൻ ആദ്യമായിട്ടൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ പോണം. അടിപൊളി. ഫുൾ ഗോൾഡിഷ് കളറിലാണല്ലോ. കയറി നോക്കാം. ആള് നിക്ക്. ഇതാണ് കേട്ടോ സാധനം. ഇതെന്ത് മറ്റേ കംപ്ലൈൻസ് അല്ലേ അല്ലേ? ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ഒക്കെയാണ് കേട്ടോ അവര് കഴിക്കുക. ഇങ്ങനെ കറങ്ങി കിടക്കും കേട്ടോ. ഇത് നമ്മുടെ നാട്ടില് കംപ്ലൈൻസ് തന്നെ അല്ലേ? അടിപൊളി. നല്ല ഹൈറ്റിലുള്ള ഒരു ഇതാണ് കേട്ടോ. നമ്മളിപ്പോ ഒരു ഫുൾ തിരികെ കത്തിച്ച് ഫുൾ ഫ്രൂട്ട്സ് ഒക്കെ കേട്ടോ. ഫുൾ ഇവിടെ യെല്ലോ ഷെയ്ഡില് ഗോൾഡൻ ഷെയ്ഡിലാണ്. ഓ, അതിന്റെ അകത്ത് കേറാൻ കേട്ടാ. ഓ, ഇതിന്റെ അകത്തുണ്ട് ഗൈസ്. ഇതകത്താണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനകത്താണ് കേട്ടോ. ഇതിന്റെ ബാക്കില് സൈഡിൽ കൂടെ വരുമ്പോഴത്തേക്ക് കണ്ടോ അടിപൊളി സമാധാനം കേട്ടോ. ഓ, ഈ സൈഡിലും ഉണ്ട് കേട്ടോ. ഇത് കണക്ക് ബാക്ക് സൈഡിലും ഉണ്ട് കേട്ടോ. അവിടെ കണ്ടെങ്കിൽ ഇവിടെയും ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് കയറി നോക്കാം. ഓറഞ്ചും ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. സെയിം അല്ല, ഡിഫറെൻ്റ് ഇതാണ്. ദൈവങ്ങളായിരിക്കും ഇഷ്ടമുള്ളല്ലേ. ഇവിടെയാണ് കേട്ടോ. ഇവിടെ കുറച്ച് ചന്ദനത്തിലേക്ക് കത്തിക്കാം. അവിടെ ചന്ദനത്തിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അത് ചന്ദനത്തിലേക്ക് കത്തിച്ച് അകത്ത് പ്രാർത്ഥിക്കാം. ഭയങ്കര സമാധാനമുള്ള സ്ഥലം കേട്ടോ.
അപ്പോൾ ഇതാണ് മറ്റേ ട്രാൻഖോ പക്കോട ടെമ്പിൾ, ബുദ്ധിസ്റ്റ് ടെമ്പിൾ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കണ്ട് കൊള്ളാം, നല്ല നല്ല അമ്പലം. ചന്ദ്രത്തിലേക്ക് കത്തിച്ചു, കുറച്ചൊരു ഇരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്, തിരിച്ച് റൂമിലേക്കാണ്. വൈകിട്ട് നമുക്ക് ഒരു സ്ഥലത്തും കൂടെ പോവാണ്. ദാറ്റ്സ് അവർ ലാസ്റ്റ് പ്ലേസ്. നമ്മൾ അതുകൂടെ കഴിഞ്ഞിട്ട് നാളെ രാവിലെ ഇവിടെ നിന്ന് വിടും. അപ്പം ഒരു സ്ഥലം കൂടെ ഉണ്ട് രാത്രി. അപ്പം രാത്രി കാണാം. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി തന്നെ തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ ഈ മുള ഒക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷെ കൊള്ളാം. ഈ ഹൈലാൻഡ്സ് കോഫി ഇവിടുത്തെ മെയിൻ ആട്ടോ, മിക്കയിടത്തും ഉണ്ട്. നല്ല രസമുണ്ട്. കുറേ മുള വെച്ചിട്ട് സെറ്റാക്കി വെച്ചേക്കെ, ലൈറ്റൊക്കെ എടുത്തുണ്ട്. കൊള്ളാം, ആളോ ഡാൻസ് കളിച്ച് പോകുന്നുണ്ട്. കൊള്ളാം, അടിപൊളി. ഇവിടുത്തെ ഒരു ഓപ്പൺ ജിമ്മാണ് കേട്ടോ. നമ്മൾ തിരിച്ച് വരുന്ന വഴിയിൽ കണ്ടതാ. കുറേ സ്ഥലത്ത് ഇങ്ങനെ ഓപ്പൺ ജിംസ് ഉണ്ട്. അപ്പോൾ ഇവർ അത്യാവശ്യം ആൾക്കാരെല്ലാം ചെയ്യുന്നുണ്ട്, കാണുന്ന ആൾക്കാരാണ് തോന്നുന്നു. പിന്നെ ഗെയിംസിലൊക്കെ ചുമ്മാ കാണുക, ക്യാരംസ് എന്തൊക്കെയോ ഗെയിംസിലൊക്കെ ഏർപ്പെട്ട ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ ചുമ്മാ ഇരിക്കത്തില്ല, ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാരാട്ടോ. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു ചെറിയൊരു കോഫി കട, നല്ല രസം ഉണ്ടാവും കേട്ടോ. താങ്ക് യു. നമ്മള് എന്റെ ഓപ്പോസിറ്റുള്ള കഫേന്ന് കേട്ടോ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹോട്ടൽ, രാവിലെ കാണിച്ചില്ലേ. ഇതാണ് ഇവിടുത്തെ മാപ്പ് ഇട്ടിട്ടുണ്ട്. ഹോട്ടലിൽ വന്നപ്പോഴത്തേക്ക് ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ ഫസ്റ്റ് പോയത്, ഹോ ചി മിൻ സിറ്റി. ഇവിടെ നിന്ന് നേരെ, ഇത് സൗത്തിലാണ് ഫുക്കോക്ക് ഇവിടെ പോയത്. ഇവിടെ നിന്ന് നേരെയാണ് നമ്മളിതാ ഇവിടെ ഹനോയിലെത്തിയത്. ഇത് മാത്രമല്ല, ഇവിടെ നിന്നാണ് നമ്മൾ ഹലോങ് ബേയിൽ പോയത്. ഓക്കെ, കുറേ ഉണ്ട് ഇവിടുത്തെ സ്ഥലങ്ങൾ. താണ്ടെ സെൻട്രലിൽ വരുന്നതാണ് ദനാങ്. ഈ അറ്റത്ത് വരുന്നതാണ് സാപ്പ. ഇതൊക്കെ മെയിൻ അട്രാക്ഷൻസ് ആണ് കേട്ടോ ഇവിടുത്തെ. സെൻട്രലാണ് ദനാങ്, ഇത് സൗത്ത് സെൻട്രൽ വിയറ്റ്നാം, ഇത് നോർത്ത് വിയറ്റ്നാം, സൗത്ത് വിയറ്റ്നാം. ഓക്കെ, ദനാങ്ങിൽ തന്നെയാണ് ഈ ഹൊയാനും വരുന്നത്. ഇത് രണ്ടും അടിപൊളിയല്ല, നമ്മൾ മിസ് ചെയ്താണ്. അടുത്തോട്ട് നമ്മൾ എന്തായാലും ഇവിടെ പോവും, ഇവിടെയും പോവും, സാപ്പയിലും പോവും. ഈ രണ്ട് സ്ഥലമാണ് നമ്മൾ മിസ് ചെയ്തത്. നമ്മൾ ലാസ്റ്റ് പോകുന്ന സ്ഥലമാണ് ഗിയർ സ്ട്രീറ്റ്. ഇതിൻ്റെ അടുത്ത് തന്നെ പോയ സ്ഥലം വഴിയൊക്കെ തന്നെ തോന്നും, പക്ഷേ നൈറ്റ് നമ്മൾ ഇറങ്ങിയില്ലല്ലോ ഇവിടെ. ഇന്നലെ അതിൻ്റെ ടൂറൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്ഥലമാണ്. അപ്പോൾ ഇതിനോട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ്. രാവിലെ എണീക്കണം, അവിടെ നിന്ന് കാണിക്കാം. കാണാൻ പോണ വഴി അവിടെ നിന്നൊരു 700 മീറ്റർ ഉണ്ട് കേട്ടോ. ഹോട്ടലിൽ നിന്നൊരു 700 മീറ്ററാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഫുൾ ബിയർ ഇതാണെന്നാണ് കണ്ടിട്ടുള്ളത് വീഡിയോയിൽ. നോക്കാം. ലൈറ്റ് ഇടുമ്പോഴത്തേക്ക് ഭയങ്കര ഭംഗി തന്നെയാണ്. ലൈറ്റ് ഇടുമ്പോൾ അല്ലേ, ഈവനിങ് ആവുമ്പോൾ ഇവിടെ ഭയങ്കര രസമാണ്. ബിയർ സ്ട്രീറ്റ് എത്തി. ഇത് തന്നെ കേട്ടാ, ഇവിടെയൊക്കെ ഫുൾ റോഡിലൊക്കെയാണ് ഇരിക്കുന്നത് എല്ലാവരും. ഫുൾ തിരക്ക് കണ്ട. എന്താ ഇതൊക്കെ മാറ്റുന്നോ? ട്രെയിൻ വരുന്നുണ്ടോ? ഓ, ഇതാണ് കേട്ടാ സ്ട്രീറ്റ്. ഇതാണ് കേട്ടോ ഫുൾ ബിയർ സ്ട്രീറ്റ്. ഫുഡും എല്ലാം ഉണ്ട്, മാത്രമല്ല ഫുള്ളുണ്ട് കേട്ടോ. അടിപൊളി. തുറക്കാൻ 7 മണിയാകുമ്പോൾ ഇതാണ് കേട്ടോ ഫുൾ കണ്ട് റോഡിലൊക്കെയാണ് ഫുൾ ഇരിക്കുന്നത്. കൊണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് ഞാൻ വന്നിട്ട്. ആദ്യമായിട്ടല്ലേ നമ്മളിവിടെ കാണുന്നത് ഫസ്റ്റ്.
ചുമ്മാ നോട്ടിരാ വാ അടിപൊളിയല്ലേ കേട്ടില്ല സൂപ്പർ. അപ്പൊ ഇതാണ് BF സ്ട്രീറ്റ്. BF ബിയർ കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം. ഇവിടെ ചുമ്മാ വന്നതേ ഉള്ളൂ. വെരി നൈസ്. സൂപ്പറാണ് കേട്ടോ. ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത് തന്നെയാണ് BF സ്ട്രീറ്റ്. ബാക്കി ഓട്ടുണ്ടോന്ന് അറിയത്തില്ല. നമ്മൾ ഈ വഴി വന്നു. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കണം. കഴിച്ചിട്ട് നമ്മള് ഇനി വന്നാലും അതുകൊണ്ട് തിരിച്ചതാ എന്തെങ്കിലും കഴിക്കണം. ഇനിയിപ്പം ബിയർ കഴിക്കുന്നില്ല. എന്തെങ്കിലും ഫുഡായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ റൂമിൽ പോകണം. അപ്പം ഇന്നത്തോടെ നമ്മുടെ വിയറ്റ്നാം തീരുവാണ്. ഹനോയിൽ നമ്മൾ ഇത് കഴിച്ച് തന്നെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അത് രാത്രിത്തെ ഫുഡും കൂടെ കഴിച്ചിട്ട് തരുവാണ്. ഇവിടെ അടുത്തൊരു ബന്മി കട ഉണ്ടായിരുന്നു. ബന്മി കട നമുക്ക് ഭയങ്കര ഉപകാരപ്പെടും വിയറ്റ്നാം ട്രാവലിൽ. സ്വന്തമായിട്ട് വരുവാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ബന്മി നമുക്കൊരു അഫോർഡബിൾ ആയ സാധനമാണ്. എഗ് ആണ്, ചിക്കൻ ആണ്, പോർക്കിൻ്റെ ഉണ്ട്. നല്ല ഐറ്റം കേട്ടോ. അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അടിപൊളി സാധനം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് കേട്ടോ ഗൈസ്. തീരുവാണ് നമ്മുടെ യാത്ര. പിന്നെ നാളെ രാവിലെ എയർപോർട്ടിൽ. ബൈ. രാവിലെ എയർപോർട്ടിൽ വെച്ച് കാണാം ഗൈസ്. രാവിലെ നമ്മൾ ഇറങ്ങുവാണ്. എയർപോർട്ടിലേക്ക് ഇറങ്ങുവാണ്. ക്യാബ് വന്നു. ക്യാബ് ബുക്ക് ചെയ്തു. പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. ആ ടൈമിലൊക്കെ വന്നു. എന്തായാലും ക്യാബ് ചേരാൻ. അപ്പോൾ എയർപോർട്ടിലോട്ട് പോകാൻ ഈ ബൈ ഇൻ്റർനാഷണൽ ടൂറിലോട്ടാണ് പോണത്. അവിടെ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് ലേ ഓവറുണ്ട്. സിംഗപ്പൂർ 6.5 മണിക്കൂർ. ഹലോ ഗൈസ്. അപ്പം ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഹനോയി വന്നിട്ട് നല്ല ക്യൂ ആയിരുന്നു. അവിടെ നേരത്തെ എത്തണം. നിങ്ങളുടെ 6:45 അപ്പോൾ എത്തി. 9:30 ഫ്ലൈറ്റ് വരുന്നത്. നേരത്തെ എത്തണം കേട്ടോ. കാരണം നല്ല ക്യൂ ആണ്. ചെക്കിനാണെങ്കിലും ഇമിഗ്രേഷനാണ് നല്ല ഡിലേ ആണ്. നമ്മളിപ്പോൾ കയറി കേട്ടോ ഫ്ലൈറ്റ് അടിപൊളി. ഞാൻ ഇങ്ങനത്തെ വലിയൊരു ഫ്ലൈറ്റ് കയറിയിട്ടില്ല കേട്ടോ. സ്കൂട്ട് വലിയൊരു ഫ്ലൈറ്റ്. ഞാൻ ചെറിയ ഫ്ലൈറ്റ് ആയിരിക്കും, പക്ഷേ വലിയ ഫ്ലൈറ്റ് അടിപൊളി ആ കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ ഇനി ഇവിടുന്ന് സിംഗപ്പൂരിൽ നിന്ന് ഒരു 6.5 മണിക്കൂറുണ്ട് ലേ ഓവർ. അവിടെ നിന്നും സ്കൂട്ട് തന്നെയാണ്. ട്രിവാൻഡ്രത്തോട്ട് രാത്രിയാവും എത്തുമ്പോൾ. ബാക്കി വിശേഷങ്ങൾ സിംഗപ്പൂർ എത്തിയിട്ടുണ്ട്. സിംഗപ്പൂർ എയർപോർട്ട് എത്തി ഗൈസ്. കിട്ടില്ല എയർപോർട്ടാട്ടോ. അടിപൊളി കിട്ടില്ല എയർപോർട്ടാട്ടോ. വലിയ എയർപോർട്ടാണ്. വെള്ളച്ചാട്ടം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ നോക്കാം. നമ്മൾ ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കണ്ടുപിടിക്കും, സ്ഥലം കണ്ടുപിടിക്കാൻ ഭയങ്കര പാടുപെട്ടു കേട്ടോ. ഇവിടെ വലിയ എയർപോർട്ടാണ്. കിട്ടില്ല എയർപോർട്ടാണ്. അതെ, ഒരു രക്ഷയില്ലാത്ത എയർപോർട്ടാണ്. നമ്മൾ KFC നോക്കി കിട്ടിയില്ല. വേറെ ഒരു പോപ്പീസ് അല്ലേ എന്തോ, അതും KFC അങ്ങനെ സംഭവമാണ്. അവിടെ പോയി കഴിച്ചു. സമയമുണ്ട്. അതെ, USDയിലായിരുന്നു കേട്ടോ എല്ലാം. അപ്പം അത് നോക്കിയാൽ മതി. പിന്നെ വെള്ളം പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം കൈ കൊണ്ടുവരും. നമ്മളെടുക്കാൻ വിട്ടുപോയി. അങ്ങനെ അത് വാങ്ങിച്ചു. റെസ്റ്റ് എടുത്തു. ഇവിടെ എല്ലാം വലിയ എയർപോർട്ടാണ്. അടിപൊളി എയർപോർട്ട്. ഗേറ്റ് വരുന്നത് വെയിറ്റ് ചെയ്തു. ഇപ്പോൾ ഗേറ്റ് വന്നോട്ട് 35 ഗേറ്റ്. 7:45 ഓൺ ബോർഡ് ചെയ്തത്. അപ്പം ഒരു ഇവിടുത്തെ ടൈം കേട്ടോ. സിംഗപ്പൂർ ടൈം 2.5 മണിക്കൂർ ആയടാ. നമുക്ക് അവിടെ ട്രിവാൻഡ്രം ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എത്തും. അങ്ങനെ വലിയ എയർപോർട്ട് ഒത്തിരി ഇഷ്ടപ്പെടാം. ഇത് ഷോപ്പിംഗ് മോൾ കണക്ക്. ട്രെയിനൊക്കെ ഉണ്ട് അത്. വേറെ ടെർമിനലിൽ പോകുന്ന ട്രെയിനിലൊക്കെ പോകാം. നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല. കാരണം നമ്മളിവിടെ എക്സിറ്റ് ആവേണ്ടി വരും. പിന്നെ വീണ്ടും പ്രോസസ്സ് എല്ലാം കഴിയണം. അതുകൊണ്ട് നമ്മളതും ചെയ്തില്ല. അപ്പോൾ ഇതോടെ നമ്മുടെ കഴിയുന്നു. ഈ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഒരു 10:15 ആകുമ്പോൾ എത്തുമായിരിക്കും. അടിപൊളി എയർപോർട്ട്, രക്ഷയില്ല. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഇവിടുത്തെ സ്കൈ ട്രെയിൻ അകത്തുള്ളത്. അപ്പം ഇത് നമുക്ക് വേറെ ടെർമിനലിലോട്ട് പോകണമെങ്കിൽ ഇതിനകത്ത് കയറിയാൽ മതി. ഇത് ഫ്രീ ആണ്. നല്ലൊരു ഇതാണ്. ആദ്യമായിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അങ്ങനെ എത്തി ഗൈസ്. എത്തി
10:30 ആയിട്ടോ, ഇന്ത്യൻ ടൈം 10:30 ആയി ഇപ്പോൾ എത്തിയപ്പോൾ. 10:30 കഴിഞ്ഞു, ചെറിയൊരു 15 ലേറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പായിരുന്നു, അടിപൊളിയായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ അവളും? എനിക്ക് വളരെ ഇല്ല കേട്ടോ. കാരണം നമ്മളിത് പ്ലാൻ ചെയ്തത് ഒരു ട്രാവൽ ഏജൻസി വഴിയല്ല, സ്വന്തമായിട്ടാണ് ചെയ്തത് കേട്ടോ. സ്വന്തമായിട്ടാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. എന്നെ സപ്പോർട്ട് ചെയ്തത് മാളുമാണ്. കാരണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്നെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ച കാര്യമില്ല. ആദ്യമായിട്ട് പോകാൻ പറ്റി, അത് സ്വന്തമായിട്ട് പോകാൻ പറ്റി വേറൊരു കൺട്രിയിൽ. അപ്പം അതൊരു ഭയങ്കര ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപാട് സന്തോഷം.